ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതേപോലുള്ള ക്യാൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. വളരെ സിമ്പിളാട്ടോ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലുള്ള ക്യാനാണ് എടുത്തിട്ടുള്ളത്. പെപ്സി 7up ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലുള്ള ക്യാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാട്ടോ നമ്മളെന്താ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യാനിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് ലെങ്ത്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റാം. അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കളർ പേപ്പർ വേണേ. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കളർ പേപ്പർ ഒന്ന് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻ ഉണ്ടല്ലോ അത് വെച്ച് നോക്കിയിട്ട് അര ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയേ. ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, ഈ ബാക്കി ഭാഗം നമ്മളൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് മടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇതേ രൂപത്തിലൊന്ന് മടക്കിയെടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് മടക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, ആ താഴെ ഭാഗം കൂട്ടിപ്പിടിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ താഴെ ഭാഗം ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ ഒട്ടിച്ചത് കാണാതിരിക്കാനും കൂടി വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ കയ്യിലുള്ള ഫ്ലവർ ഏതായാലും മതി കേട്ടോ. ഇനി ഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഷോ ബട്ടൺ ആയാലോ അല്ലെങ്കിൽ ഈ കളർ പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ബാക്കി ഭാഗം കൂടി ഒന്ന് കളർഫുൾ ആക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഗിൽറ്റർ ഫോം ഷീറ്റാണ്. അത് വെച്ചിട്ട് കുഞ്ഞു സർക്കിൾ എടുക്കുകയാണ്. പേപ്പർ പഞ്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞു പീസ് വരച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതിയേ. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലേസോ അല്ലെങ്കിൽ പേഴ്സോ ഇട്ടോ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അത് ഒട്ടിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിതാ ചെറിയ ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഗിൽറ്റർ ഫോം ഷീറ്റ് സ്റ്റിക്കർ ഉള്ളതോ ആയതുകൊണ്ട് തന്നെ ഇതിന് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി പേഴ്സ് വെച്ചിട്ടായാലും അല്ലെങ്കിൽ ലേസ് വെച്ചിട്ടായാലും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ച് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വീഡിയോയിൽ കൂടെ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെയുള്ള ക്യാനൊക്കെ നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുക. ഇത് വെച്ചിട്ട് നല്ല ഷോ പീസായിട്ടും വെക്കാനും പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് ആക്കിയിട്ട് വെക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിത് സ്റ്റോറേജ് ആയിട്ട് വെക്കാനാണെങ്കിൽ ഞാനിതിൽ പെയിൻറ്റ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ 2-3 ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. പല കളേഴ്സിലും ചാർട്ട് പേപ്പർ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ചാർട്ട് പേപ്പർ നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ എടുക്കണ്ട കേട്ടോ. ഈ കളർ പേപ്പറിൽ തന്നെ കുറച്ച് കട്ടിയുള്ള കളർ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അതെടുത്താൽ മതി കേട്ടോ. കനം കുറഞ്ഞ കളർ പേപ്പേഴ്സ് എടുക്കരുത്, കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള കളർ പേപ്പർ എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, 4 നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.